ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വിവോൻ്റെ ഏറ്റവും പുതിയ മിഡ് റേഞ്ച് ഡിവൈസ് ആണ്, വിവോൻ്റെ T3 Pro 5G. അപ്പോൾ വിവോ T3 Pro 5G ഏതാണ്ട് 25,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എനിക്കൊരു തോന്നുന്നത്. ആ ഒരു പ്രൈസ് സെഗ്മെന്റിലാണ് ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് സ്നാപ്ഡ്രാഗൺ 7 Gen 3 ചിപ്പാണ്. അതിനൊപ്പം തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ക്യാമറ സെറ്റപ്പ് ഉണ്ട്. 50 MP സോണി സെൻസർ കേട്ടാണ് വരുന്നത്. പിന്നെ ലാർജർ കപ്പാസിറ്റി ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 5500 mAh ബാറ്ററി, 80 വാട്ട് ചാർജിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ഏറെക്കുറെ നല്ലൊരു ഹാർഡ്വെയറും സ്പെസിഫിക്കേഷൻ, കർവ്ഡ് AMOLED ഡിസ്പ്ലേ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, അങ്ങനെ ഒരു പവർ പാക്ഡ് ഡിവൈസ് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ വില നമുക്കറിയില്ല അൺബോക്സ് ചെയ്യുന്ന സമയത്ത്, എന്നാലും ഒരു 25,000 സ്റ്റാർട്ടിംഗ് റേഞ്ചാണ് വരാൻ ചാൻസ് ഉള്ളത്. 25,000 to 30,000 റുപ്പീസിനുള്ളിൽ വരുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ ഇതിന്റെ ഒരു അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. വിവോ T3 Pro 5G എഴുതിയതാണ്. ബോക്സിന്റെ ബാക്കിൽ കാര്യമായ ഒന്നും തന്നെയില്ല. പക്ഷേ ഇവിടെ നമുക്ക് സ്നാപ്ഡ്രാഗൺ 7 Gen 3 എഴുതിയാണ്. അൾട്രാ സ്ലിം 3D കർവ് ഡിസ്പ്ലേ, 5500 mAh ബാറ്ററി, 80 വാട്ട് ചാർജിങ്. 5500 ആയിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഈ പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന ഒട്ടുമിക്ക ഫോൺസും 5000 ആണ്. ഇവിടെ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. 80 വാട്ട് ചാർജിങ് ഉണ്ട്. വളരെ സ്ലിം ചാസിയാണ് കൊടുത്തിരിക്കുന്നത്. അറൌണ്ട് 7.5 mm എന്താണ് തിക്നെസ് വരുന്നത്. അതൊക്കെ നമുക്ക് വിശദമായി പറയാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന ഡിവൈസാണ്. ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കാം. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു കേസാണ്. TPU കേസാണ്, സ്റ്റാൻഡേർഡ് TPU കേസ്. വാറന്റി ഇൻഫർമേഷൻ, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, 80 വാട്ട് അഡാപ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചാർജിങ് കേബിളും ഒരു സിം ഇജക്ടർ പിന്നോട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിവൈസ് പുറത്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഡിസൈൻ ലാംഗ്വേജ് ഉണ്ടല്ലേ, ഒരു മാറ്റ് ഫിനിഷ് ആണ്. അതൊരു വെഗൻ ലെതർ ഫിനിഷ് ആണ്. നല്ല സ്റ്റൈൽ ലുക്കിംഗ് ക്യാമറ യൂണിറ്റ് ആണ്. ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, അതിനകത്ത് ഒരു LED ഫ്ലാഷും കാണാം. അപ്പോൾ നല്ല ഒരു ഗോൾഡൻ കളർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് നല്ലൊരു ലെതർ ഫിനിഷ് ആണ്. വിവോന്റെ ബ്രാൻഡിങ് ആണ്. പവർ ആൻഡ് വോളിയം കീസ് കാണാം. അതിനൊപ്പം തന്നെ മോൾ ഭാഗത്ത് ഓപ്പണിംഗ്സ്, സ്ലോട്ട്സ് ഒന്നുമില്ല. താഴത്ത് സിം ട്രേ, USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റ് ആണ്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ കർവ് ഡിസ്പ്ലേ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് അറൌണ്ട് 8 mm തിക്നെസ് ഉണ്ട്. വെഗൻ ലെതർ അല്ലെങ്കിൽ നമുക്ക് അറൌണ്ട് 7.5 mm ആണ് തിക്നെസ് വരുന്നത്. പിന്നെ കർവ് ഡിസ്പ്ലേ ആണ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കർവ് ഡിസ്പ്ലേ ആണ്. കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ്. സൈഡ്സ് ഒക്കെ തന്നെ നല്ലൊരു കർവ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഇൻഹാൻഡ് ഫീൽ ആണ്. അറൌണ്ട് 185 grams എന്നാണ് വെയിറ്റ് വരുന്നത്. അപ്പോൾ നല്ലൊരു കോമ്പാക്ട് ഫോം ഫാക്ടർ. ഈവൻ 5500 mAh ബാറ്ററി കൊടുത്തിട്ട് വരെ നല്ലൊരു പ്രീമിയം ഫിനിഷും. അതേപോലെ തന്നെ വളരെ ഹെവി അല്ല, ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വിവോ നല്ലൊരു ഡിസൈൻ ലാംഗ്വേജ് ആണ് എംപ്ലോയ് ചെയ്തത് നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഡിസൈൻ ലാംഗ്വേജിൽ കുറെ പറയുകയാണെങ്കിൽ. ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷോർട്ട് സെൻസേഷൻ അപ്പ് ഗ്ലാസ് ആണ് ഫ്രണ്ടിൽ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. നല്ലൊരു പ്രീമിയം ഫോണിന്റെ ലുക്ക് ആൻഡ് ഫീല് നമുക്ക് ഡെഫിനറ്റ്ലി ഇതിന്ന് കിട്ടാൻ സാധിക്കും. ഇനി നമുക്ക് ഡിസ്പ്ലേയിലോട്ട് പോകാം. ഇവിടെ ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നത് ഒരു AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ നല്ല ടച്ച് റെസ്പോൺസ് ആണ് വരുന്നത്. അറൌണ്ട് 4500 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് HDR10+ സപ്പോർട്ട് ഉണ്ട്. നെറ്റ്ഫ്ലിക്സിലും അതിലൊക്കെ തന്നെ നമുക്ക് HDR10+ സപ്പോർട്ട് ഉണ്ട്. അതേപോലെ തന്നെ നല്ല കളേഴ്സ് ആണ് വരുന്നത്. ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാൻ നല്ലതാണ്. പിന്നെ കർവ് ഡിസ്പ്ലേ ചിലവർക്ക് ഇഷ്ടമാണ്, ചിലവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഇതാണ്. പക്ഷെ എന്നാലും ഈ ഫോണിന് കുഴപ്പമില്ലാത്ത ഒരു നല്ല കർവ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല റിച്ച് കളേഴ്സ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. ടച്ച് റെസ്പോൺസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. അപ്പോൾ ഓവറോൾ ക്വാളിറ്റി ഡിസ്പ്ലേ ആണെന്ന് ഡെഫിനറ്റ്ലി നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. പിന്നെ ഷോർട്ട് സെൻസേഷൻ അപ്പ് ഗ്ലാസ് പ്രൊട്ടക്ഷനും ഇൻക്ലൂഡഡ് ആണ്. ാണ് ഡിസ്പ്ലേന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. വിവോന്റെ ഫൺ ടച്ച് OS ആണ് ഇത് പവർ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം വിവോന്റെ ഫൺ ടച്ച് OS ഓൺ ടോപ്പ് ഓഫ് Android 14 ആണ്. 2.363 GHz സ്നാപ്ഡ്രാഗൺ 7 Gen 3 ആണ്. 8 GB റാം ആണ്. ആൻഡ്രോയിഡ് വേർഷൻ 14 ആണ്. 256 GB സ്റ്റോറേജും ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ സോഫ്റ്റ്വെയർ വേർഷൻ പറയുകയാണെങ്കിൽ. പിന്നെ നമുക്ക് റെഗുലർലി കിട്ടുന്ന ഫൺ ടച്ച് OS-നെയാണ് ഇവിടെ കിട്ടുന്നത്. 2 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 3 years ഓഫ് സെക്യൂരിറ്റി പാച്ചസും ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് അഡീഷണൽ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഒക്കെ തന്നെ ഉണ്ട്. ഗെയിം മോഡ് ഉണ്ട്. അറൌണ്ട് 3000 mm² വേപ്പർ ചേംബർ കൂളിംഗ് ഉണ്ട്. അപ്പോൾ ഗെയിം മോഡ്സ് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സോഫ്റ്റ്വെയറിൽ നമുക്ക് കാണുകയാണെങ്കിൽ കുറച്ച് ബ്ലോട്ട്വെയർസ് ഇൻസ്റ്റാൾഡ് ആണ്. ഫോർ എക്സാമ്പിൾ ബ്ലോക്ക് ബ്ലാസ്റ്റ്, അതേപോലെ ക്യാൻഡി ക്രഷ്, പിന്നെ ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസും ഉണ്ട്. അതേപോലെ തന്നെ ഫോൺ പേ, സഫായർ മിനി, അങ്ങനെ കുറച്ച് ഗെയിംസ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. ബാക്കിയുള്ള ആപ്സ് ഞാൻ ഇൻസ്റ്റാൾഡ് ആട്ടോ. അപ്പോൾ
ഏറെക്കുറെ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അതെ, അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ്. ഇതെല്ലാം പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് ആണ്, ഇതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും. അപ്പോൾ ബ്ലോട്ട് വേസ് റിലേറ്റീവ്ലി കുറവാണ്. ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് ഉണ്ട്, എന്നാലും റിലേറ്റീവ്ലി കുറവാന്ന് പറയാം. ഡെഫിനറ്റ്ലി വെൽക്കം സ്റ്റെപ്പാണ്. എത്രത്തോളം കുറയ്ക്കാൻ സാധിക്കും അത്രയും നല്ലതാണ്. കാരണം കുറേ ബ്ലോട്ടഡ് ആപ്സും കൊടുത്ത് അതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എക്സ്പീരിയൻസ് പൊതുവെ മോശമാവും. എന്നാൽ ഇവിടെ ഏറെക്കുറെ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വിവോ T3 Proന്റെ. ഇനി ഇതിന്റെ പെർഫോമൻസ് കാര്യം പറയാം. ഇവിടെ വരുന്നത് സ്നാപ്ഡ്രാഗൺ 7 Gen 3. നമുക്കറിയാം ഈ പ്രോസസർ നമ്മൾ ഒരുപാട് ഫോൺസിൽ കണ്ടിട്ടുണ്ട്. ഇൻഫാക്ട് ഈ അടുത്ത് നമ്മൾ ഇറങ്ങിയ OnePlus Nord CE4ലും ഇതാണ് വന്നത്. അറൌണ്ട് 8 lakh ആണ് ഇതിന്റെ ആന്റിറ്റ്യൂഡ് സ്കോർ വരുന്നത്. അറൌണ്ട് 8 lakh സംതിങ് ആണ് ആന്റിറ്റ്യൂഡ് സ്കോർ വരുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ട വേറൊരു കാര്യം, ഈ പ്രൈസ് സെഗ്മെന്റിൽ UFS 2.2 ഉള്ളൂ എന്നുള്ളതാണ് പ്രോബ്ലി ഒരു പോരായ്മ എന്ന് പറയാവുന്നത്. 8 lakh ആണ് ഇതിൻ്റെ സ്കോർ വരുന്നത്. ആന്റിറ്റ്യൂഡ് സ്കോർ അറൌണ്ട് 8 lakh ആണ് വരുന്നത്. ആന്റിറ്റ്യൂഡ് സ്കോർ 8 lakh ഉണ്ടെങ്കിലും UFS 2.2 സ്റ്റോറേജ് ആണ്. അതിനൊപ്പം തന്നെ LPDDR4X ഉള്ളൂ റാം. അതാണ് പ്രോബ്ലി ഒരു ഡൗൺ സൈഡ് എന്ന് പറയാവുന്നത്. കാരണം ഈ സെഗ്മെന്റിൽ UFS 3.1 ഡെഫിനറ്റ്ലി കൊടുക്കേണ്ടതായിരുന്നു. അത് ഡെഫിനറ്റ്ലി ഒരു പോരായ്മയാണ്. എന്നാൽ അത്യാവശ്യം നല്ല വേപ്പർ ചേമ്പർ കൂളിംഗ് ഒക്കെ ഉണ്ട്. ഗെയിമിംഗ് കളിക്കാനൊക്കെ അനുയോജ്യമായ സെറ്റപ്പ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഗെയിം മോഡ്, ഗെയിം ടെർബോ മോഡ്, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. പിന്നെ പെർഫോമൻസ് ഡേ ടു ഡേയിൽ ലാഗോ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ റെസ്പോൺസീവ്നെസ് ഒക്കെ വളരെ നല്ലതാണ്. അതേപോലെ ഡേ ടു ഡേ യൂസേജിൽ ആപ്സോ അല്ലെങ്കിൽ മെമ്മറി മാനേജ്മെന്റ് അതിലൊന്നും തന്നെ പ്രോബ്ലം ഞാൻ കണ്ടില്ല. കുഴപ്പമില്ലാത്ത ഒരു ഡിവൈസ്, മിഡ് റേഞ്ച് ഡിവൈസ്, പെർഫോമൻസ് ഓറിയന്റഡ് ആണ്. എന്നാലും ഇതിൽ UFS 2.2 പകരം 3.1 കൊടുക്കാമായിരുന്നു ആണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊരു പോരായ്മയായിട്ട് പറയാം. ബാക്കി നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സ്പീക്കർ കാര്യം പറയുന്നത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്. അതിനൊപ്പം തന്നെ എല്ലാ 5G ബാൻഡ്സും സപ്പോർട്ടഡ് ആണ്. അതിലൊന്നും ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല എന്ന് പറയാം. പിന്നെ നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു പ്രീമിയം ഡിവൈസ് എന്നുള്ളതിലേക്ക് എല്ലാ ഫീച്ചേഴ്സും തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാമറയിലോട്ട് വരാം. നമുക്ക് ഇവിടെ കിട്ടുന്നത് 50 MP സോണി IMX882 സെൻസറാണ്. ഒപ്റ്റിക്കലി മിഡ് സ്റ്റെബിലൈസേഷൻ ഒരു 8 MP സെക്കൻഡറി ക്യാമറ, അതായത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ. പിന്നെ നമുക്ക് ഒരു സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 4K റെക്കോർഡിംഗ് ഉണ്ട് റിയർ ക്യാമറയിൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാമറ UI ഒന്ന് നോക്കാം. ഈ ക്യാമറ UI എടുത്താൽ നമുക്ക് ഇവിടെ കാണാം ഫോട്ടോ പോർട്രേറ്റ് മോഡ്. അതേപോലെ വീഡിയോ റെക്കോർഡിംഗ് പോയി കഴിഞ്ഞാൽ അതുണ്ടല്ലേ 4K 30 FPS ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 1080p 30 and 60 FPS ഉണ്ട്. ഓപ്റ്റിക്കലി ഇമേജ് സ്റ്റെബിലൈസേഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ പോർട്രേറ്റ് മോഡ് നമുക്ക് 2x വരുന്നത്, 1x വേണമെങ്കിൽ എടുക്കാം. നൈറ്റ് മോഡ്, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. അപ്പോൾ ഇതെല്ലാം വിവോ T3 Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയാണ് നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും. ഈ പ്രൈസ് സെഗ്മെന്റിൽ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. സോണിന്റെ IMX882 സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ക്യാമറ എക്സ്പീരിയൻസ് നമുക്ക് ഇതിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ക്യാമറ റിവ്യൂ നമ്മൾ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യാണ്. ഇത് നമ്മൾ ഇനീഷ്യൽ ഇംപ്രഷൻ മാത്രമാണ്. ക്യാമറ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAh കപ്പാസിറ്റി ബാറ്ററി, ഡെഫിനറ്റ്ലി ഒരു ഇംപ്രൂവ്മെന്റ് ആണെന്ന് പറയാം. സാധാരണ നമ്മൾ 5000 കാണുന്നത് ഇപ്പോൾ 5500 വന്നിട്ടുണ്ട്. 80 watt ചാർജിങ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എഗെയിൻ 80 watt ചാർജിങ് ഒരു 45 to 50 മിനിറ്റ്സിനുള്ളിൽ ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 5000 അല്ല 5500 ആണ് ബാറ്ററി. അപ്പോൾ ഡെഫിനറ്റ്ലി കുറച്ചും കൂടെ അധികം സമയം എടുക്കും. എന്നാലും 80 watt നല്ല ഒരു ചാർജിങ് സ്പീഡാണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിലും എനിക്ക് ഏറെക്കുറെ ഇഷ്യൂസ് ഒന്നും തോന്നുന്നില്ല. കാരണം നല്ല കപ്പാസിറ്റി ബാറ്ററിയാണ്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ടോപ്പ് അപ്പും ചെയ്യാം 80 watt ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ബാറ്ററി ലൈഫ് ഡെഫിനറ്റ്ലി നല്ലതാണ്. ഇനീഷ്യൽ ടെസ്റ്റിംഗിൽ നമ്മൾ ഡീറ്റെയിൽ ടെസ്റ്റ് ചെയ്തില്ല, എന്നാലും ഇനീഷ്യൽ ടെസ്റ്റിംഗിൽ കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററി ലൈഫായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതായിരുന്നു വിവോ T3 Pro 5Gന്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. ഒരു നല്ലൊരു പാക്കേജ് ആയിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് ആണ്. വലിയ കോംപ്രമൈസ് ഒന്നുമില്ല, എക്സെപ്റ്റ് UFS 2.2 ഉള്ളൂ എന്നുള്ളതാണ് ഒരു കോംപ്രമൈസ് അറിയാവുന്നത്. ബാക്കി എല്ലാം കൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് ക്യാമറാസും നല്ലതാണ്, ഡിസ്പ്ലേ നല്ലതാണ്, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കുഴപ്പമില്ല. 2 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ഉണ്ട്. ബാറ്ററി കപ്പാസിറ്റി ഇൻക്രീസ്ഡ് ആണ്. ചാർജിങ് സ്പീഡും നല്ലതാണ്. അപ്പോൾ ഏറെക്കുറെ നല്ല ഒരു പാക്കേജാണ് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, ഇത് നല്ലതാണോ വർത്താണോ എല്ലാം തന്നെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.